കുറച്ച് മൂവാണ്ട് മാങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിത് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി എടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാണ്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നമുക്കൊരു സൂത്രം ഉണ്ടാക്കാം. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം ഞാൻ ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി കൊണ്ടുവരാം. കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടോ, മധുരം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി മധുരം വേണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് മധുരവും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ടുള്ള. ഈ മാമ്പഴത്തിന് നല്ല മധുരമുണ്ട്. ഞാൻ കുറച്ച് മധുരം കൂടി ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വരാം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മാങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇടുകയാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനാണ്. നമ്മളിത് തിരയുണക്കാനാണ് പോകുന്നത്. ഇത് മാമ്പഴം നമ്മൾ ഇങ്ങനെ അരച്ച് അതിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് ഇത് കുട്ടികൾക്കൊക്കെ മിഠായിക്കൊക്കെ പകരം ഇത് കൊടുക്കുക. ഇത് ചെറിയ പീസാക്കി എടുത്ത് വെച്ചാൽ എപ്പോഴും മിഠായിയൊക്കെ വാങ്ങി കൊടുക്കുന്നതിൽ ഭേദമല്ല ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് കിട്ടുന്നതൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ ഈ അരിപ്പൊടി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് വരാം. അപ്പോൾ അതെ താലത്തിലെല്ലാം പരത്തി കഴിഞ്ഞു. കണ്ട, ഇതുപോലെ നിറച്ച് താലത്തിലെല്ലാം പരത്തി ഇതിനി ഞാൻ വെയിലത്ത് വയ്ക്കും. ഇപ്പോൾ നമ്മൾ മാമ്പഴം ഉണങ്ങാൻ വെച്ചില്ലേ, തര ഉണങ്ങാൻ വെച്ചില്ലേ, ഇത് അതിന് കണ്ടോ ഇതിങ്ങനെ പോരും പൊളിഞ്ഞ്. ഇനി നമുക്കിത് കണ്ടോ, ഇതിന് ഏത് രീതിയിൽ വേണമെങ്കിലും മുറിച്ച് നമുക്കെടുക്കാം. ഇത് വേണ്ട പ്ലേറ്റിൽ നിന്ന് ഈ താലത്തിൽ നിന്ന് പോകുന്നേക്കണുണ്ടോ, വേണ്ട നമുക്കിത് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതെല്ലാം ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസ് എടുത്ത് ഇതാണ്ടോ ഇങ്ങനെ വെച്ച് നമുക്കിതിങ്ങനെ ഇങ്ങനെ തെർത്ത് വയ്ക്കുക. ഇതുണ്ടോ, ഇതിങ്ങനെ തെർത്ത് നമുക്ക് എടുത്ത് വയ്ക്കുക. ഇതുണ്ടോ, ഇതുണ്ടോ, ഇതിങ്ങനെ നമുക്കെല്ലാം തീർത്ത് വയ്ക്കാവേ. എന്നിട്ട് നമുക്കിത് ഒരു ടിന്നിട്ട് അടച്ച് വയ്ക്കുക. ഇത് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാം, നമുക്ക് എല്ലാവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണക്കി വെച്ചാൽ. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണക്കി എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് എടുത്ത് നമുക്കിത് കഴിക്കാം. ഇപ്പം നല്ല സീസണല്ലേ മാങ്ങയുടെ. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ മാങ്ങ സീസൺ അല്ലാത്ത സമയത്ത് എടുത്ത് നമുക്കിത് കഴിക്കാം. കണ്ടോ, പിന്നെ എല്ലാ പീസും ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതുണ്ടോ, അങ്ങനെ ഓരോ പീസായിട്ടത് ദിവസം ഉണങ്ങി ഞാനെടുത്ത സംഭവമാണിത്.